Hi guys, welcome back to Wayanad Machan. ഞാനിപ്പോൾ ഉള്ളത് ബത്തേരി കെൽട്രോണിലാണ്. നിങ്ങൾ ബോർഡ് കാണുന്നുണ്ടാവും, കെൽട്രോൺ നോളേജ് സെൻറ്റർ. ഇവിടെ ജോബ് ഓറിയൻ്റഡ് ആയിട്ടുള്ള കുറച്ച് കോഴ്സുകൾ ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ഞാനിതിനെക്കുറിച്ച് അറിയുന്നത്. അപ്പോൾ DCA, Pgdca അങ്ങനെ കോഴ്സുകൾ. അപ്പോൾ ഞാനിത് കണ്ടപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെയും ബാക്കി നമ്മുടെ വയനാട്ടുകാരെ ഇതുപോലത്തെ കോഴ്സുകളെ കുറിച്ച് അറിയിക്കണം എന്ന് തോന്നി. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അത് മാത്രമല്ല, കൂടുതൽ കോഴ്സുകളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇവിടുത്തെ അധ്യാപകന്മാരോടും ഇവിടുത്തെ മാനേജറിനോടും ചോദിക്കാം. അപ്പോൾ ഞാൻ കെൽട്രോൺ നോളേജ് സെൻറ്ററിൻ്റെ ഇവിടെ ഓഫീസിലുള്ളത്. നമുക്ക് ഇവിടുത്തെ മാഡത്തോട് ചോദിക്കാം. മാഡത്തിൻ്റെ പേരെന്തായിരുന്നു? ബ്ലസ്സി. അപ്പോൾ ഞാനിവിടെ ഒരു കോഴ്സ് പൈത്തൺ അതുപോലത്തെ കോഴ്സൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ടെന്ന് പറയാൻ കേട്ടു. വയനാട്ടിൽ തന്നെ വളരെ റെയറാണ് ഇതുപോലത്തെ കോഴ്സുകൾ. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുമോ? ഏറ്റവും ഫസ്റ്റ് പറയാനുള്ളത്, വയനാട്ടിൽ കെൽട്രോണിൻ്റെ സ്ഥാപനം നമ്മുടെ സുൽത്താൻ ബത്തേരി മാത്രമേ ഉള്ളൂ, ഡയറക്റ്റ് സെൻറ്റർ. നമ്മളിവിടെ ഒരുപാട് കോഴ്സുകൾ ചെയ്യുന്നുണ്ട്. PSC അപ്രൂവ്ഡ് കോഴ്സുകൾ ചെയ്യുന്നുണ്ട്, കോഡിങ് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒത്തിരി കോഴ്സുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ Pgdca അത് കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് മനസ്സിലായില്ല. Pgdca എന്ന് പറയുന്നത് 1 ഇയർ കോഴ്സാണ്. അത് ഡിഗ്രി കഴിഞ്ഞവർക്കാണ് കോഴ്സ് ചെയ്യുന്നത്. PSC അപ്രൂവ്ഡ് കോഴ്സാണ്. കെൽട്രോണിൻ്റെ സർട്ടിഫിക്കേഷനാണ് തരുന്നത്. A ഗ്രേഡ് നിലവാരത്തിലുള്ള സർട്ടിഫിക്കേഷനാണ് തരുന്നത്. ഒരുപാട് തൊഴിലവസരങ്ങളുള്ള ഒരു കോഴ്സാണ് Pgdca എന്ന് പറയുന്നത്. അപ്പോൾ DCAയും സെയിം അതുപോലെ തന്നെയുള്ള കോഴ്സാണ്? DCA എന്ന് പറയുന്ന ഡിപ്ലോമ കോഴ്സാണ്. അത് +2 കഴിഞ്ഞവർക്കാണ് DCA കോഴ്സ് വരുന്നത്. Pgdca എന്ന് പറയുന്നത് ഡിഗ്രി പാസ്സായ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ. ഇപ്പം പൈത്തനെ കുറിച്ച് കേട്ടു. ഞാൻ പൈത്തനെ കുറിച്ച് മുമ്പ് കേട്ടിട്ടുണ്ടായിരുന്നു. അത് ഈ കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. എനിക്ക് അതിനെക്കുറിച്ച് കുറച്ചറിയാം. അപ്പോൾ നിലവിലുള്ള രീതിയിൽ ഇപ്പോൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ സാധാ ഡിഗ്രി കഴിഞ്ഞവർക്ക് പൈത്തൺ ചെയ്യാൻ പറ്റുമോ? പൈത്തൺ ചെയ്യണമെങ്കിൽ SSC ബേസ് ചെയ്ത് നമുക്ക് പൈത്തൺ ചെയ്യാൻ പറ്റും. ഇപ്പോൾ 1 ഇയർ മുതൽ 1 മന്ത് മുതലുള്ള കോഴ്സുകളാണ് പൈത്തൺ നമുക്ക് അവിടെ. ഓക്കെ. അതിന് സാധാരണ കോഴ്സ് ഫീ എത്ര വരുന്നത്? 1 മന്ത് കോഴ്സിന് 4000 പ്ലസ് ടാക്സ് ആണ് കോഴ്സ് ഫീസ് വരുന്നത്. അത്രേ വരുന്നുള്ളൂ, ചെറിയ എമൗണ്ട് വരുന്നത്. പിന്നെ ടാലി ഉണ്ടല്ലേ? ടാലി തന്നെ ഒത്തിരി നമുക്ക് ടാലി കോഴ്സുകളുണ്ട്. 1 മന്ത് മുതൽ 6 മന്ത് വരെയുള്ള കോഴ്സുകളുണ്ട്. 1 മന്ത് സർട്ടിഫിക്കേഷൻ കോഴ്സ് ഉണ്ട്. അതുപോലെ 3 മന്ത് PSC അപ്രൂവ്ഡ് കോഴ്സ് ഉണ്ട്. 6 മന്ത് ഡിപ്ലോമ ഇൻ ഫോറിൻ അക്കൗണ്ടിങ് ടാലി എന്ന് പറഞ്ഞ കോഴ്സ് ഉണ്ട്. ഓക്കെ. ഇപ്പോൾ നമ്മൾ പൈത്തണോ അല്ലെങ്കിൽ ടാലി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ റിസ്കിൽ നിങ്ങൾ ഇവർക്ക് ജോബിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവിടുന്ന്? 100% സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 100% പ്ലേസ്മെന്റ് ആണ്. പ്ലേസ്മെന്റ് ഷുവർ പറഞ്ഞുകൊണ്ട് ഒരു കുട്ടികളെ നമുക്ക് ഇങ്ങോട്ടേക്ക് എടുക്കാം. അതായത് നിങ്ങൾ ജെന്യുവൻ ആയിട്ടുള്ള കാര്യങ്ങൾ കുട്ടികളോട് പറയാ, ഇന്നതാണ് ഇങ്ങനെയാണ്, അല്ലാതെ ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നത് പോലെ ഞങ്ങൾ എന്തായാലും ഞങ്ങൾക്ക് വാഗ്ദാനങ്ങൾ കൊടുത്തുകൊണ്ട് കുട്ടികളെ എടുക്കാൻ പറ്റില്ല. കാരണം നിങ്ങളെ കോഴ്സ് പഠിച്ചിറങ്ങുമ്പോൾ അപ്പോഴുള്ള സാധ്യത എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയില്ല. നോർമലി ഒരു കോഴ്സ് അങ്ങനെയാണ്. പക്ഷേങ്കിൽ നിലവിൽ പൈത്തൺ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു 10 വർഷത്തേക്ക് പൈത്തണൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും ജോലി സാധ്യതയുള്ളൊരു സംഭവമാണ്. കാരണം സോഫ്റ്റ്വെയർ ഡെവലപ്പിംഗ് മേഖലയാണ് ഇപ്പം വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു നിലയിൽ നോക്കുകയാണെങ്കിൽ പൈത്തൺ ആണെങ്കിലും ടാലി ആണെങ്കിലും ഫ്യൂച്ചറുള്ളൊരു കോഴ്സാണ്. ജോലി തരാം ഞങ്ങളുടെ കൂടെ കോഴ്സിന് ചേരുന്ന ഒരിക്കലും ഞങ്ങൾക്ക് പറഞ്ഞ് കോഴ്സ് എടുക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ഗവൺമെൻറ് അണ്ടർടേക്കിങ്ങിൽ വരുന്ന സ്ഥാപനമാണ്. നമ്മൾ കൊടുക്കുന്നത് 100% വൃത്തിയോടുകൂടി തന്നെയാണ് നമ്മൾ ഓരോ കോഴ്സുകളും കുട്ടികൾ കോഴ്സ് ചെയ്യുന്നത്. വെറുതെ ഒരു സർട്ടിഫിക്കേഷൻ മാത്രമല്ല, നിങ്ങൾ കറക്റ്റ് പക്ക അത് പഠിപ്പിച്ച് കുട്ടീനെ ഒരു പൈത്തൺ ആണെങ്കിലും സോഫ്റ്റ്വെയർ ഡെവലപ്പിൻ്റെ ബേസിക് അറിഞ്ഞ കുട്ടികളെ മാത്രമേ ഇവിടെ ഇറങ്ങി പോകുള്ളൂ. അതെ, ബേസ് ഇല്ലാത്ത കുട്ടിയാണെങ്കിൽ പോലും ബേസ് ഉണ്ടാക്കിയെടുത്ത് അവർക്കൊരു അടിസ്ഥാനം ഉണ്ടാക്കിയെടുത്തിട്ട് അവർ ഇവിടെ നിന്ന് ഇറങ്ങി പോകാറുള്ളൂ. ഓക്കെ 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 ഫൈൻ. അപ്പോൾ ഇതാണ് ഈ കെൽട്രോൺ നോളേജ് സെൻറ്ററിൻ്റെ സ്മാർട്ട് ക്ലാസ് റൂമാണിത്. അപ്പോൾ ഇവിടെ പഠിപ്പിക്കുന്ന ഒരു സെറ്റപ്പൊക്കെ ഒരു അടിപൊളി സെറ്റപ്പാണ്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു കോഴ്സ് എടുത്ത് ഇവിടെ നിന്ന് വന്ന് പഠിക്കാം. പിന്നെ ഗവൺമെൻറ് അപ്രൂവ്ഡ് ആണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ മാഡം പറയുന്നുണ്ട്, അതൊന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ ഒരു എക്സാം നടക്കുമായിരുന്നു ഇവരെ ലാബിൽ വെച്ചിട്ട്. അതുകൊണ്ട് ലാബ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇവരെ ഓഫീസിൻ്റെ ഫ്രണ്ടിലാണുള്ളത്. ഇതാണ് ഇവരുടെ ഓഫീസ് വരുന്നത്. കെൽട്രോണിൻ്റെ ഓഫീസാണ്. കെൽട്രോൺ മീൻസ് കെൽട്രോൺ നോളേജ് സെൻറ്റർ. കെൽട്രോണിനെ കുറിച്ച് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അടിയിൽ ഞാൻ നമ്പർ മെൻഷൻ ചെയ്യുന്നുണ്ട്. ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ ഈ ഒരു കോഴ്സിൻ്റെ ഡീറ്റെയിൽസും നമ്മുടെ ഈ ഒരു കോളേജിൻ്റെ ഡീറ്റെയിൽസൊക്കെ അതിൽ കൃത്യമായിട്ട് അവർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. അപ്പോൾ എല്ലാവരും ഇത് മാക്സിമം ഉപയോഗപ്പെടുത്താം. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇറ്റ്സ് മീ സദ്ദാം സിയാർ ഫ്രം വയനാട് മച്ചാൻ സൈനിങ് ഔട്ട്.